ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1984 ഓഗസ്റ്റ് 9 വ്യാഴാഴ്ച ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരം 400 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയുടെ പ്രതീക്ഷയായ PT ഉഷ മത്സരത്തിനിറങ്ങുന്നു. മത്സരം തുടങ്ങി കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ മത്സരം പൂർത്തീകരിക്കപ്പെട്ടു. PT ഉഷയ്ക്ക് 3ാം സ്ഥാനം എന്നേവരും ഉറപ്പിച്ചു. എന്നാൽ സ്ക്രീനിൽ റിസൾട്ട് പതിഞ്ഞപ്പോൾ PT ഉഷ 4ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനം റുമേനിയക്കാരിയായ ക്രിസ്റ്റീനയ്ക്കാണ് ലഭിച്ചത്. ക്രിസ്റ്റീന ഓട്ടം പൂർത്തീകരിച്ചത് 55.41 സെക്കൻഡിലും PT ഉഷ ഓട്ടം പൂർത്തീകരിച്ചത് 55.42 സെക്കൻഡിലുമാണ്. ഒരു സെക്കൻഡിന്റെ 100ൽ1 സമയത്തിൽ നഷ്ടമായത് ഒളിമ്പിക്സ് മെഡലാണ്. കോടികൾ വരുന്ന ജനത്തിന് സമയത്തിന്റെ വില മനസ്സിലാക്കി കൊടുത്ത ഒരു സംഭവമായിരുന്നു ഈ മത്സരം. പലപ്പോഴും സമയത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ചില ആളുകളെയൊക്കെ ജീവിതത്തിൽ കണ്ടെത്താറുണ്ട്. ആരാധനയിലും മീറ്റിങ്ങുകളിലും ഒക്കെ പതിവായി താമസിച്ചു വരിക, ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ആ ദിവസത്തിന് ശേഷം മാത്രം ചെയ്യുക, ഇങ്ങനെ തുടങ്ങി സമയത്തിന് ഒരു വിലയും കൊടുക്കാത്തവർ. മറ്റു ചിലരുണ്ട്, ഞാൻ എത്താറായി, ഒരു 5 മിനിറ്റ് കൂടി മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മെ വെയിറ്റ് ചെയ്യിക്കുന്നവർ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല. അവർ പാഴാക്കുന്നത് അവരുടെ മാത്രമല്ല, നമ്മുടെയും സമയമാണ്. 10 കന്യകമാരുടെ ഉപമ ഏവർക്കും സുപരിചിതമാണ്. എണ്ണ വാങ്ങാൻ പോയ ബുദ്ധിഹീനകളായ കന്യകമാർ മണവറയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മണവാളൻ വന്ന സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവരുടെ വീഴ്ച. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന കഠിന ശബ്ദം അവർക്ക് കേൾക്കേണ്ടി വന്നു. സഭാപ്രസംഗൻ സമയത്തെക്കുറിച്ച് എത്ര മനോഹരമായാണ് അതിന്റെ 3ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിക്കുവാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളയുവാനൊരു കാലം, പണിവാനൊരു കാലം എന്നിങ്ങനെ പോകുന്നു ആ ഉപദേശങ്ങൾ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന പരിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർ 5ാം അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാത്തിനും ഒരു സമയമുണ്ട്. പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ജോലി ചെയ്യുവാൻ, വിശ്രമിക്കുവാൻ, ഉറങ്ങുവാൻ തുടങ്ങിയ എല്ലാ സമയവും തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. കൃത്യസമയത്തെല്ലാം തുടങ്ങുവാനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്തെല്ലാം പൂർത്തീകരിക്കുവാനും ശ്രമിക്കണം. നമുക്ക് നഷ്ടമായാൽ തിരികെ കിട്ടാത്ത അമൂല്യമായ ഒന്നാണ് സമയം. നല്ല സമയങ്ങളും കാലങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കും. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വീണാളാൻ ഭാരത്തോടെ നീ കഴിക്കുകയോ? വാഴ്വിൻ നാളെല്ലാം വീണാളാൻ ഭാരത്തോടെ നീ കഴിക്കുകയോ? വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ